Hi, I'm thesnimazeez. Innatte recipe cheesy pasta stick. നല്ലൊരു സ്നാക്കാണ്, പുതിയൊരു സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. പാസ്ത, ഗാർലിക് ബ്രെഡ്, പിസ്സ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഓവൻ നിർബന്ധമില്ല, കാരണം എല്ലാം കുക്ക്ഡാണ്. ചീസ് ഒന്ന് മെൽറ്റ് ആവുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നോൺ സ്റ്റിക് പാനിൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കേക്ക് ചെയ്യുന്ന പോലെ അടിയിൽ പാത്രം വെച്ച് ചൂടാക്കി അങ്ങനെ ഉള്ളിൽ പാത്രം വെച്ച് സ്റ്റാൻഡ് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ മൈക്രോയിലാണ് ചെയ്തിട്ടുള്ളത്. കൺവെക്ഷനിൽ 3 to 5 minutes കൊടുക്കുക. എന്തുമാത്രം തണുത്ത ചീസാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്താണെങ്കിൽ എന്തായാലും ഒരു 5 minute കൊണ്ട് എന്തായാലും നന്നായിട്ട് പക്ക റെഡി ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഗ്രിൽ മോഡിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഹൈ റാക്ക് വെക്കുക, അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 minute കൊടുത്താൽ മതി. OTG ഓവനിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാം, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. റെസിപ്പി നോക്കാം. കുറച്ച് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പ്, പെന്നെ പാസ്ത. ഇനി അത് കുക്കാവട്ടെ. ശരിക്കും വേണ്ട ഇതിലും കുറച്ചുകൂടെ വലിയ പെന്നെ പാസ്തയാണേ. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറുതായിപ്പോയി. ഒരു ഡ്രോപ്പ് ഓയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വീഡിയോ ഓൺലൈൻ ക്ലാസ്സാണ്. ഒരു വുഡൻ സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ്. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഈർക്കിലി എടുത്താലും മതി. ആ സ്റ്റിക്കിൻ്റെ സൈസിനനുസരിച്ച് കോർത്താൽ മതി. 10 or 15 എണ്ണം വെച്ചിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്ത് വയ്ക്കുമ്പോഴേക്കും നന്നായി അമർത്തി പ്രസ് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഗ്യാപ്പിൽ വേണം കോർത്തെടുക്കാൻ. എല്ലാം ഇതുപോലെ കോർത്തെടുക്കുക. പിസ്സ സോസ് അല്ലെങ്കിൽ പാസ്ത സോസ് എടുത്തിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ചെയ്താൽ മതി. ഞാൻ പുറത്താണുള്ളത്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ബ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കമഴ്ത്തി വെച്ചിട്ട് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് ട്രേയിൽ. എല്ലാം ചോയ്സാണ്, എത്രമാത്രം ചേർക്കണം. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. എത്ര ക്വാണ്ടിറ്റി ചേർക്കണം എന്നുള്ളത് ചോയ്സാണ്. നന്നായി ചേർക്കണം, നല്ല ഇഷ്ടമാണെങ്കിൽ മാത്രം കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. മൊസറല്ല ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക. സ്ലൈസ് ചീസ് അല്ലെങ്കിൽ ചെഡാർ യൂസ് ചെയ്താൽ മതി ഇതിന് പകരം. അതും അല്ലെങ്കിൽ സ്ലൈസ് ചീസാണ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യും. ക്യാപ്സിക്കം, ചെറിയ ചെറിയ ക്യാപ്സിക്കം പീസസ് ആണ്. ടൊമാറ്റോ വെക്കാം. ടൊമാറ്റോ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് കളഞ്ഞിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ.
ക്രഷ്ഡ് റെഡ് ചില്ലി, അടുത്തത് ഒറിഗാനോ. കുറച്ച് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇത് വേണമെങ്കിൽ പാനിൽ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ താഴെ ചൂടാക്കിയിട്ട് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ചുമ്മാ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ തീയിൽ ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിപ്പോൾ അതൊന്ന് മെൽട്ടാവുകയല്ലേ വേണ്ടൂ, ചീസൊക്കെ ഒന്ന് മെൽട്ടാവുകയേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. 180 പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ലോറാക്കി വെച്ചു. ചീസ് ഒന്ന് മെൽട്ടാവുന്ന വരെ മതി. നമുക്കൊരു 3 മിനിറ്റ് കൊടുക്കാം. നല്ല ചീസാണെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് മെൽട്ടാവും. 3 മിനിറ്റായി. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, വളരെ ഈസി ആയിട്ടുള്ളതല്ലേ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പിസ്സ കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ അതൊരു പിസ്സ ചെയ്യുന്ന അത്രേ അല്ലെങ്കിൽ പാസ്ത ഒന്നിച്ച് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്യാം.